വർഷം 2017 മലയാളികളുടെ സ്വന്തം നാടുവിടൽ സ്റ്റാർ ദുൽഖർ സൽമാൻ മുകേഷിനോടൊപ്പം തമിഴ്നാട്ടിലേക്ക് ഒന്ന് നാടുവിട്ട് തിരിച്ച് നാട്ടിൽ വന്നിട്ട് വീണ്ടും അമേരിക്കയിലേക്ക് നാടുവിട്ട കഥയാണ് കോമ്രേഡ് ഇൻ അമേരിക്ക. ഒളിച്ചോട്ടവും നാടുവിടലും പണ്ടേ ദുൽഖറിന് ഒരു വീക്ക്നെസ് ആണ്. കുറച്ച് നാൾ സ്നേഹിച്ച് കൂടെ നടത്തിയ നായികയെ പെട്ടെന്ന് ഒരു നാൾ കാണാതാകുന്നു. അവളെ തേടിയിട്ട് നായകൻ അവളുള്ളടത്തേക്ക് പോകുന്നു. ഇതാണ് കോമ്രേഡ് ഇൻ അമേരിക്കയുടെ കഥ. ഇത് തന്നെയല്ലേ നീലാകാശം പച്ചക്കടൽ ചുവന്ന മൂവിയുടെയും കഥ. മൽനീരത് കുഞ്ഞിക്കേനോട്. ബിഗ് ബി പോലൊരു മാസ പടമുണ്ട്, എടുത്താലോ? ദുൽഖർ വേണ്ട. പൃഥ്വിക്ക് കൊടുത്ത പോലെ ഒരു ഐറ്റം കാഴ്ചയാലോ? ദുൽഖർ വേണ്ട വേണ്ട. എന്നാ പിന്നെ നമുക്ക് സ്ഥിരം സാധനം കൊടുക്കാം. ഏത്? നാട് വിടുന്നത്. അത് തന്നെ, ക്യാമറ എടുക്കണ്ട. ബൈ ദ വേ, നാടുവിടൽ സ്റ്റാർ എന്ന് പറയുമ്പോൾ ഡീക്കിനോടൊപ്പം തെളിയുന്ന മറ്റൊരു മുഖം കൂടിയുണ്ട്. അള്ള ഹിമാറ നീ തന്നെ. അവിടെ അവൻ പ്രേമിക്കുന്നു, തേക്കുന്നു, നാടുവിടുന്നു, മുടി വളർത്തുന്നു, റിപ്പീറ്റ്. ഇവിടെയാണെങ്കിൽ പെണ്ണിനെ കാണാതാകുന്നു, നാടുവിടുന്നു, റിപ്പീറ്റ്. അമൽ നീരത് ദുൽഖറിന് വെച്ചെടുത്ത കുള്ളന്റെ ഭാര്യ എന്ന ആന്തോളജി മൂവിക്ക് ശേഷം DQവും അമലും ഒന്നിക്കുന്ന പടം അതായിരുന്നു CIA. ബൈ ദ വേ, കുള്ളന്റെ ഭാര്യ എന്ന സിനിമയും ദുൽഖറും വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളെങ്കിലും അത് നമുക്ക് തന്ന ഒരു ഇമോഷണൽ മൂഡ് ഉണ്ട്, ഒരു ഇമോഷണൽ അപ്രോച്ച് ഉണ്ട്. ഒരു കിഡു ആക്ടറും ഒരു കിഡു ഡയറക്ടറും കൂടെ ചേരുമ്പോൾ എന്താണോ കിട്ടേണ്ടത് അത് ആ ഒരു ചെറിയ സിനിമയിൽ നിന്ന് നമുക്ക് കിട്ടി. ഇയോബിന്റെ പുസ്തകം എന്ന കിഡു പടം ഡയറക്ട് ചെയ്തതിനു ശേഷം വരുന്ന അമൽ നീരത് പടം എന്ന നിലയിലും അമ്മട്ടി പാടം, ജോമോന്റെ സുവിശേഷങ്ങൾ എന്ന സിനിമകൾ ചെയ്തു വരുന്ന ദുൽഖറിന്റെ അടുത്ത പടം എന്ന നിലയിലും അതിലുപരി ആ സമയത്ത് ഏറ്റവും ഫാൻസ് ഉള്ള യൂത്ത് ആക്ടർ ആൻഡ് സ്റ്റൈലിഷ് മാസ് ഡയറക്ടർ ഒന്നിക്കുന്ന സിനിമ എന്ന നിലയിലും ഈ പടത്തിന് വന്ന ഹൈപ്പ് വാനോളായിരുന്നു. അതിന്റെ ടീസർ ഇട്ട റെക്കോർഡ്സ് പൊട്ടിക്കാനായിട്ട് പിന്നീട് വർഷങ്ങൾ എടുത്തു. പടത്തിന് മിക്സഡ് റിവ്യൂസ് ആണ് വന്നതെങ്കിലും EQന്റെ പടം ആയതിനാൽ പുള്ളിയുടെ ഫാൻ ക്രൈസ് വെച്ചിട്ട് പടം ബ്രേക്ക് ഈവൺ ആയി. ഒരു ഹിറ്റ് അല്ലെങ്കിൽ ഒരു ആവറേജ് സ്റ്റാറ്റസിൽ പടം ഇടം പിടിച്ചു. ഈ പടം അമൽ നീരദിന്റെ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമായിരിക്കും. കാരണം പുള്ളിയുടെ യൂഷ്വൽ മേക്കിംഗ് സ്റ്റൈലിൽ നിന്ന് വളരെ ഡിഫറെന്റ് ആയിട്ടാണ് ഈ സിനിമ എടുത്തിരിക്കുന്നത്. ഒരുപാട് സ്ലോ മോഷൻസ് ഇട്ട് മാസ് ഡയലോഗ്സ് കൊടുത്ത് കൊമേഴ്ഷ്യൽ മൂവി ആക്കാൻ മാത്രം ഇതിലൊന്നും ഇല്ലായിരുന്നു. സ്ഥിരം നാട് വിടുന്ന DQന് വേണ്ടിയിട്ട് എന്നാൽ നീ ഇതിലും നാട് വിട്ടോ, ക്ലീശ ബ്രേക്ക് ചെയ്യേണ്ട എന്ന് പറഞ്ഞ പോലെ അത് തന്നെ അടിച്ചു കൊടുത്ത പടം. ഷാറൂഖ് ഖാൻ പോലും ഈ പടം കോപ്പി അടിക്കണമെങ്കിൽ DQന്റെ ഒക്കെ ഒരു റേഞ്ച് ഒറ്റ വ്യത്യാസമുള്ളൂ. ഷാറൂഖ് ഖാൻ UK പോകുന്നതെങ്കിൽ DQ പോയത് അമേരിക്കയിലേക്കാണെന്ന് മാത്രം. ഇനി നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. നിങ്ങൾ ഒരു 2-3 പടമൊക്കെ എടുത്ത് സക്സസ്ഫുൾ ആയിട്ടിരിക്കുന്ന ഒരു ഡയറക്ടർ ആണെന്ന് വിചാരിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഒരു വലിയ സ്റ്റാറിന്റെ ഡേറ്റ് കിട്ടിയാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഞാനാണെങ്കിൽ തരുൺ മൂർത്തിയൊക്കെ ചെയ്ത പോലെ അല്ലെങ്കിൽ നെൽസൺ ചെയ്ത പോലെ ആ സ്റ്റാറിന്റെ ആക്ടിംഗ് സൈഡും സ്റ്റാർ സൈഡും മാക്സിമം യൂസ് ചെയ്തിട്ട് ഒരു കൊമേഴ്ഷ്യൽ മൂവി ചെയ്യും. പക്ഷെ ഇവിടെ അമല് പിടിച്ചത് മറ്റൊന്നായിരുന്നു. ടോട്ടലി പുള്ളി ആ ആക്ടറുടെ ക്ലീഷ ടെംപ്ലേറ്റ് പിടിച്ചിട്ട് പടം ചെയ്തു. അതായത് എത്ര നല്ല വേഴ്സറ്റൈൽ ഡയറക്ടർ ആണെങ്കിലും വിജയുടെ ഡേറ്റ് കിട്ടിയ രക്ഷകൻ സിനിമയെ ചെയ്യൂ എന്ന് പറയുന്ന പോലെയാണ് അമൽ ഇവിടെ ചെയ്തത്. പക്ഷെ പുള്ളിയുടെ തൊട്ടടുത്ത പടമായ വരത്തല്ല് അങ്ങേരെ അതുവരെ കാണാത്ത ഒരു കൊമേഴ്ഷ്യൽ ടെംപ്ലേറ്റ് പരിചയപ്പെടുത്തി. അപ്പൊ എന്തുകൊണ്ട് ദുൽഖറിന് ഇങ്ങനെ ഒരു പടം കൊടുത്തു? അറിയില്ല. മേ ബി അമല് പറഞ്ഞ കഥകളിൽ നാടുവിടലുള്ളതുകൊണ്ട് DQ സെലക്ട് ചെയ്തത് CIA ആയിരിക്കാം. പിന്നെ യൂത്തിനെ ആകർഷിക്കാനായിട്ട് കുറച്ച് കമ്മ്യൂണിസം, ചുവന്ന കൊടിയൊക്കെ ഉണ്ടല്ലോ. പോരാത്തതിന് പേരിൽ തന്നെ സഖാവും ഉണ്ട്. കഥ അമേരിക്കയിലായതിനാൽ പേരിൽ CIA ഉണ്ട്. അതിനിപ്പോ എന്താ പ്രസക്തി എന്ന് ചോദിച്ചാൽ അമേരിക്കയിലെ സ്പെഷ്യൽ ഫോഴ്സ് ആണല്ലോ CIA. ഡയറക്ടർ ബ്രില്യൻസ് ആണ് ഉദ്ദേശിച്ചത്. 2017 എന്ന വർഷത്തിൽ 3 സഖാക്കൾ സിനിമകളാണ് പുറത്തിറങ്ങിയത്. അതും തൊട്ടടുത്ത മാസങ്ങളിൽ. മാർച്ചിൽ ടോവിനോന്റെ മെക്സിക്കൻ അപാരത, ഏപ്രിലിൽ ന്യൂവിന്റെ സഖാവ്, മെയിലാണെങ്കിൽ ദുൽഖറിന്റെ CIA. സോ സഖാക്കൾ ട്രെൻഡായ വർഷം കൂടിയായിരുന്നു അത്. കമ്മ്യൂണിസത്തിന്റെയും നാടുവിടലിന്റെയും ആവർത്തന വിരസത ഈ സിനിമയെ നന്നായി തന്നെ ബാധിച്ചു എന്ന് തന്നെ പറയാം. അമലിന്റെ ട്രേഡ് മാർക്കായ കൊച്ചു കൊച്ചു സ്ലോ മോഷൻസും ബിഗ് ബി ഡയലോഗ് റെഫറൻസും കമ്മ്യൂണിസം തലയ്ക്ക് പിടിച്ചവരെ ചാക്കിലാക്കാനായിട്ട് ചെഗുവരയും ടീമും ഒക്കെ ഫസ്റ്റ് ഹാഫിൽ വന്നുപോയി. ദുൽഖറിന്റെ ഇൻട്രോ തന്നെ ബലികൂടങ്ങളെ സോങ് വെച്ചിട്ടായിരുന്നു. സോ ഫസ്റ്റ് ഹാഫ് കമ്മ്യൂണിസ്റ്റ് ആരാധകർക്കുള്ള ഒരു ട്രീറ്റ് തന്നെയായിരുന്നു. ദുൽഖറിന്റെ ഇൻട്രോയിൽ മാസ്കിൽ വരെ ചെഗുവര. ഇൻട്രോ സീൻ ഹെവി ആയിട്ടാണ് പുള്ളി ക്രാഫ്റ്റ് ചെയ്തത്. അതിനകത്ത് ഒന്നും പറയാനില്ല. എനിക്ക് തോന്നുന്നു ദുൽഖറിന് കിട്ടിയ ഏറ്റവും മികച്ച ഇൻട്രോകളിൽ ഒന്നായിരിക്കും CIA. ഗോപി സുന്ദറിന്റെ പീക്ക് ടൈം ആയതിനാൽ BGMഉം സോങ്സും ഒക്കെ കിടിലനായിരുന്നു. ഇനി കോളേജ് പിള്ളേരെ പ്രകമ്പനം കൊള്ളിക്കാനായിട്ട് അമലെണ്ണ അടുത്തായിട്ട് ഇറക്കി ഞങ്ങളുടെ സീനിയർ എത്ര നല്ലവനായ അജിപ്പനേട്ടായി. കോളേജ് കഴിഞ്ഞിട്ടും അവിടെ തെണ്ടി തിരിഞ്ഞ് നടക്കുന്ന അജിപ്പാൻ. ആക്ച്വലി ഇതൊക്കെ അമലിന്റെ പടമാണെന്ന് തന്നെ വിശ്വസിക്കാൻ സാധിച്ചില്ല എനിക്ക്. ഫസ്റ്റ് ഹാഫിൽ സിദ്ദിഖും ദുൽഖറും ആയിട്ടുള്ള കോമ്പിനേഷൻ സീൻസ് എല്ലാം അടിപൊളിയായിരുന്നു. സൗബിനും ദിലീഷ് പോത്തിനും കുറച്ച് ഉണ്ടായിരുന്നില്ലെങ്കിലും അവരുടെ റോൾസ് ഒക്കെ അടിപൊളിയായിരുന്നു. ഈ സിനിമയിൽ ദുൽഖർ എന്ന സ്റ്റാറിനെ എങ്ങനെയാണ് സ്പോയിൽ ചെയ്തതെന്ന് നോക്കാം. പുള്ളിയുടെ സെയിം ടെംപ്ലേറ്റ് സ്റ്റോറി അടിച്ച് കൈ കൊടുത്തു. ദുൽഖർ നാടുവിടാത്ത സിനിമകൾ വളരെ ചുരുക്കമായിരിക്കും. സോ അതേ ടെംപ്ലേറ്റ് ഇവിടെയും കൊടുത്തു. അമൽ നീരത് ഒരു മാസ് ആക്ഷൻ ഡയറക്ടർ ആയതിനാൽ പ്രേക്ഷകരും ഫാൻസും ഈ സിനിമയിൽ നിന്ന് എക്സ്പെക്ട് ചെയ്തതും ഒരു മാസ് മൂവി തന്നെയായിരുന്നു. പക്ഷെ അത് ഇവിടെ കിട്ടിയില്ല. ഫസ്റ്റ് ഹാഫ് ഒരു ആവറേജ് ഫീൽ തന്നെങ്കിലും സെക്കൻഡ് ഹാഫിലോട്ട് വന്നപ്പോൾ വളരെ ലാഗായിട്ടുള്ള ഒരു സിനിമയായിട്ട് മാറി. ലോകത്തിലെ ഏറ്റവും വലിയ കൺട്രിയിലെ ബോർഡർ കടക്കാനായിട്ട് ഇത്ര എളുപ്പമാണോ എന്ന് പോലും തോന്നിപ്പോയി. ഈ യാത്ര ചെയ്യുന്നവരുടെ സഹനങ്ങളൊക്കെ കുറച്ചേച്ച കാണിച്ചെങ്കിലും ഒരു പക്ഷെ ഡുങ്കി സിനിമയിൽ കാണിച്ചതിന്റെ പകുതി പോലും ഇതിലില്ലായിരുന്നു. ഇവർ ശരിക്കും മരുഭൂമിയിലൂടെ ഒരു ട്രിപ്പ് പോകുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. സോ അവരുടെ യാത്രയിലെ ക്ലേശങ്ങൾ പ്രേക്ഷകർക്ക് കണക്ട് ആക്കാൻ കഴിഞ്ഞില്ലെന്ന് പറയാം. ജിപ്പാൻ അത്രയധികം സ്നേഹിച്ച നായിക അപ്പന്റെ നിർബന്ധത്താൽ അമേരിക്കയിലേക്ക് പോയി. ഓക്കെ, അജിപ്പാൻ കഷ്ടപ്പെട്ട് അവിടെ എത്തുമ്പോൾ പൂർണ്ണ സന്തോഷവതിയായിട്ട് ആ കല്യാണത്തിൽ പൂർണ്ണ സന്തോഷവതിയായിട്ട് നിൽക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അതായത് നായകൻ കുറെ കഷ്ടപ്പെട്ട് അവിടെ എത്തി. നായിക നന്നായിട്ട് നായകനെ തേച്ചു എന്ന് നായകന് മനസ്സിലായിരിക്കുന്ന സമയത്ത് അവൻ അവിടെ എത്ര വലിയ ഡയലോഗ് അടിച്ചാലും ഏത് കാറിൽ വന്നിറങ്ങിയാലും വലിയ ഇമ്പാക്ട് ഒന്നും ഉണ്ടാവാൻ പോണില്ല. അവള് തേച്ചൊട്ടിച്ചു, അത്രേ ഉള്ളൂ. എനിവേ
കമ്മ്യൂണിസം എന്ന് പറഞ്ഞിട്ട് തേരാപ്പാര നടക്കുന്ന അജിപ്പാനേക്കാളും നല്ലത് പപ്പ കൊണ്ടുവന്ന പുതിയ അലയൻസ് ആണെന്ന് നമുക്ക് തോന്നിയെങ്കിൽ അതിൽ തെറ്റൊന്നുമില്ല. പിന്നെ അമേരിക്കയിൽ സാറായുടെ അടുത്തേക്ക് വരുന്ന എൻട്രി വൈറൽ ആവാനായിട്ടുള്ള കാരണം ദുൽഖറിന്റെ സ്ക്രീൻ പ്രസൻസ് ഒന്നുകൊണ്ട് മാത്രമാണ്. അജിപ്പാൻ ഇജ്ജാതി ഡയലോഗ് അടിച്ച് നിൽക്കുമ്പോൾ സാറയുടെ ഏതെങ്കിലും കൂട്ടുകാരി വന്നിട്ട് കുറച്ച് റൈസ് സൂപ്പ് എടുക്കട്ടെ എന്നോ ചേട്ടന് നല്ല വിഷമം ഉണ്ടല്ലേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അജിപ്പാൻ അവിടെ വട്ടത്തിൽ ഉമ്പാവ ആമ്പലാണ്. ഈ പടത്തിന്റെ അടുത്ത നെഗറ്റീവ് ആയിരുന്നു നായിക. പേഴ്സണലി അമേരിക്കൻ മലയാളി പെൺകുട്ടി എന്ന നിലയിൽ കാർത്തികയുടെ സ്ലാങ്ങും സംസാരവും എല്ലാം നല്ലതായിരുന്നു. പക്ഷേ ആക്ടിംഗ് വൈസ് അത്ര പോരായിരുന്നു. അത് മാത്രമല്ല നായിക കഥാപാത്രം വളരെ ലേസി ആയിട്ടാണ് എഴുതിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഒരു ഫീച്ചേഴ്സോ ഡെപ്തോ ഒന്നുമില്ല. ചുമ്മാ തട്ടിക്കൂട്ടി ചെയ്തിരിക്കുന്ന ഒരു കഥാപാത്രം. അത് മാത്രമല്ല ദുൽഖറായിട്ട് പ്രേമം എന്നൊരു ഫീൽ ഉണ്ടാക്കാനായിട്ട് കാർത്തികയ്ക്ക് കഴിഞ്ഞില്ല. ഫാൻസിന് തൃപ്തിപ്പെടുത്താനായിട്ട് അമൽ ഈ സിനിമയിൽ കൊടുത്തത് 3 കാര്യങ്ങളായിരുന്നു. 1 ദുൽഖറിന്റെ ഇൻട്രോ, 2 ബെസ്റ്റ് ആൻഡ് ഫൈറ്റ്, 3 ക്ലൈമാക്സ് വാക്ക്. അമലിന്റെ പടമാണല്ലോ, അപ്പൊ തോക്ക് വേണമല്ലോ എന്ന നിലയിൽ ഒരു തോക്കും ദുൽഖറിന് കൊടുത്തു, അതും ഒരു മോഡേൺ വൺ. ആദ്യമായിട്ട് തോക്ക് കാണുന്ന ദുൽഖർ അത് പൊട്ടിച്ച് മാസ് കാണിക്കുന്നതെല്ലാം വളരെ അരോചകമായിട്ടാണ് എനിക്ക് തോന്നിയത്. അതായത് ദുൽഖർ എന്ന സ്റ്റാറിനെ സ്പോയിൽ ചെയ്ത പോലെ അമൽ എന്ന ഒരു പോപ്പുലർ ഡയറക്ടറിനെയും ഈ സിനിമയിലൂടെ സ്പോയിൽ ചെയ്തു എന്ന് തന്നെ പറയാം. അമലിന്റെ ട്രേഡ് മാർക്കായ കുറച്ച് ഷോർട്സും സീൻസും ആ പടത്തിലുണ്ടായിരുന്നു. എക്സ്പെഷ്യലി സ്ലോ മോഷൻ ഷോർട്സ്. സിനിമയുടെ മൂഡിനനുസരിച്ച് വളരെ കുറച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സെക്കൻഡ് ഹാഫിലെ മെയിൻ പോരായ്മ നായകനും കൂട്ടരും അനുഭവിക്കുന്ന സ്ട്രഗിൾസ് വളരെ കുറവായിരുന്നു എന്നതാണ്. അതായത് ആടുജീവിതം സിനിമ കണ്ടു കഴിഞ്ഞാൽ ആ മരുഭൂമിയിൽ നജീബ് അനുഭവിക്കുന്ന സ്ട്രഗിൾസ് നമുക്ക് കാണാനാകും. ആ അവസ്ഥയിൽ ഞാനായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ എന്ന് നമുക്ക് തോന്നാം. എന്തിന് ഏജൻസി വഴിയൊക്കെ GCC കൺട്രിയിലേക്ക് പോകാൻ വരെ ചിലപ്പോൾ പേടി തോന്നിയേക്കാം. സോ ആടുജീവിതത്തിൽ നായകന്റെ സ്ട്രഗിൾസ് എല്ലാം ക്ലിയർ ആണ്. അത് പ്രേക്ഷകന് കണക്ട് ആവുകയും ചെയ്യും. ഇനി ഷാറൂഖിന്റെ ഡങ്കി സിനിമ നോക്കാം. അവിടെ ഒരു പാട്ടിലൂടെ അവർ നടത്തുന്ന യാത്ര വളരെ ക്ലിയർ ആയിട്ട് കാണിക്കുന്നുണ്ട്. അത്രയും ആളുകൾ ഒരു വണ്ടിക്കുള്ള അത്രയും ദിവസം ഒരു ടോയ്ലറ്റ് പോലും ഇല്ലാതെ അനുഭവിക്കുന്ന സ്ട്രഗിൾസ് എല്ലാം അതിനകത്ത് കാണിക്കുന്നുണ്ട്. പോട്ടെ, മറ്റൊരു ഉദാഹരണം പറയാം. ദ ഷോഷങ്ക് റിഡംഷനിൽ നായകൻ ജയിലിൽ ചാടുന്ന ഒരു നറേഷൻ സീൻ ഉണ്ട്. അതിൽ നായകൻ അനുഭവിച്ച സ്ട്രഗിൾസ് നമുക്ക് നറേഷനിലൂടെ കാണിച്ചു തരുമ്പോൾ അത് ഈസിലി പ്രേക്ഷകർക്കും കൂടി കണക്ട് ആവുകയാണ്. അങ്ങനെ ഒരു കണക്ഷൻ CIA അവരുടെ യാത്രയിൽ എനിക്ക് ഫീൽ ചെയ്തില്ല. ഈ സിനിമയെ പറ്റി പല അഭിപ്രായങ്ങളും ഉണ്ടായേക്കാം. ടിവിയിൽ ഇടയ്ക്കിടയ്ക്ക് ഈ സിനിമ വരുമ്പോൾ ഫസ്റ്റ് ഹാഫ് ഞാൻ കാണാറുണ്ട്. സെക്കൻഡ് ഹാഫ് തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ ബോറടിക്കും. ആക്ച്വലി അമൽ ദുൽഖറിനെ വെച്ച് ചെയ്യേണ്ട ഒരു സിനിമ പോലും അല്ല ഇത്. അമലിന്റെ കപ്പ് ഓഫ് ടീ പോലും അല്ല. അമൽ നീരത് ചെയ്തുകൊണ്ട് മാത്രം കുറച്ചെങ്കിലും വാച്ചബിൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് കിട്ടിയെന്നാണ് എന്റെ അഭിപ്രായം. സ്ക്രിപ്റ്റിംഗിലെ പോരായ്മയും സിനിമയിലുണ്ട്. സിനിമയിൽ ഫസ്റ്റ് ഹാഫ് എങ്ങനെയൊക്കെയോ തട്ടിക്കൂട്ടി. സെക്കൻഡ് ഹാഫിൽ അവരുടെ ആ ജേണി തുടങ്ങിയപ്പോൾ പ്രേക്ഷകർക്ക് കണക്ട് ആകുന്ന തരത്തിൽ, എൻഗേജിംഗ് ആകുന്ന തരത്തിൽ സബ് പ്ലോട്ടുകൾ ഇടാത്തതും ഒരു ഇമോഷണൽ കണക്ഷൻ ഉണ്ടാക്കാൻ സാധിക്കാതെ പോയതും സ്ക്രിപ്റ്റിന്റെ പോരായ്മകളാണ്. എനിവേ, ഒരു സ്റ്റാറിന്റെ കൈ കിട്ടിയ തട്ടിക്കൂട്ടി ഒരു പടം എടുത്ത് ആ സ്റ്റാറിന്റെയും ഡയറക്ടറിന്റെയും വില കളയാതെ കുറച്ച് ടൈം എടുത്ത് സ്ക്രിപ്റ്റ് മനോഹരമാക്കി ആ സിനിമ ഞാൻ ഇറങ്ങാം. പ്രഭാസിനെ പോലെ ഒരു പാൻ ഇന്ത്യ സ്റ്റാറിനെ വെച്ചിട്ട് സലാർ എടുത്ത പ്രശാന്തും വിജയനെ വെച്ച് സെക്കൻഡ് ഹാഫ് കൊണ്ടുപോയി തുളച്ച് ലോകേഷും നമ്മുടെ മുന്നിലുള്ള ഉദാഹരണങ്ങളാണ്. അതിനർത്ഥം ഈ 2 പടങ്ങൾ മോശമായിരുന്നെന്നല്ല, മോശമാക്കാതെ എടുത്തിരുന്നെങ്കിൽ കൂടുതൽ നന്നായേനെ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ബൈ ദ വേ, സലാർ ആൻഡ് ലിയോ എനിക്ക് പേഴ്സണലി വളരെ ഇഷ്ടമായിട്ടുള്ള സിനിമകളാണ്. പക്ഷെ മെജോറിറ്റിക്ക് ഇഷ്ടമാകാതെ പോയ സിനിമകളാണ്. സോ ഒരു സ്റ്റാറിനെ വെച്ച് എങ്ങനെ ഒരു പടം എടുക്കാമെന്നും എടുക്കാതിരിക്കാമെന്നുള്ള കുറച്ച് പോയിന്റ്സ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഒരു സ്റ്റാറിന്റെ കൈ കിട്ടിയ നിങ്ങൾ രാജമൗലി ആകുക. മാക്സിമം ഊറ്റിപ്പിഴഞ്ഞ് അയാളെ ഉപയോഗിക്കുക. ഊറ്റിപ്പിഴിഞ്ഞാൽ മാത്രം പോരാ, ആ പടം ബ്ലോക്ക് ബസ്റ്റർ ആക്കാനുള്ള സ്ക്രിപ്റ്റും മേക്കിങ്ങും നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. സോ ബി ലൈക്ക് രാജമൗലി. സോ ഗൈസ്, ഒരു കാര്യം പറയാനുണ്ട്. ദേവര സിനിമയുടെ ഒരു റീക്രിയേഷൻ വീഡിയോ ഞാൻ 2 പാർട്ടായിട്ട് ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. താല്പര്യമുള്ളവർ പോയി കാണുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ ഈ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ പറയുക. CIA സിനിമയെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളും കമന്റിൽ പറയുക. സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.